മുണ്ടക്കൈ ദുരന്തബാധിതരുടെ മുന്നിലേക്ക് ഒരു പ്രത്യേക ആക്ഷനുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ടൗൺഷിപ്പില് ഒരു വീട് അല്ലെന്നുണ്ടെങ്കിൽ 15 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോയി വീട് വെക്കാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം സമ്മതിച്ച് ഈ ദുരന്തത്തിൽപ്പെട്ടവര് മാർച്ച് 24 മുമ്പ് സമ്മതപത്രത്തിൽ ഒപ്പിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദുരന്തബാധിതരെന്ന് പറഞ്ഞാൽ അവർ ഈ ഇച്ചിപ്പോന്ന സ്ഥലമൊക്കെ വെച്ച് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നില്ല. ഇപ്പോൾ ആ ദുരന്ത പ്രദേശത്തിൽ വീടൊന്നും വെക്കാനായിട്ട് ഇനി സർക്കാരിന്റെ അനുമതിയോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. പക്ഷെ ലാൻഡ് ഇപ്പോഴും അവരുടെ പേരിൽ തന്നെയാണ്. അവർക്ക് അവിടെ വേണമെങ്കിൽ കൃഷി ചെയ്യാം. അപ്പൊ ഇത്രയധികം സ്വത്തും കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ 10 സെന്റ് സ്ഥലം തരിക, അല്ലെന്നുണ്ടെങ്കിൽ 40 ലക്ഷം രൂപ തരിക. ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് സ്ഥലം വാങ്ങിച്ചിട്ട് വീട് വെച്ച് ഞങ്ങൾ താമസിച്ചോളാം. എന്നാൽ ഇതൊന്നും പറ്റില്ല എന്നാണ് സർക്കാർ പറയുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ടൗൺഷിപ്പിൽ വന്ന് ഒരു വീടായിട്ട് അവിടെ താമസിക്കാം, അല്ലെങ്കിൽ 15 ലക്ഷം രൂപ മേടിച്ചിട്ട് എങ്ങടാന്ന് വെച്ചാൽ പോകാന്ന്. ഇത്രയധികം സ്വത്ത് നഷ്ടപ്പെട്ട ആളുകൾ 15 ലക്ഷം രൂപ കൊണ്ട് എന്ത് ചെയ്യുമെന്നാണ് സർക്കാർ പറയുന്നത്? ഒപ്പിടാൻ മടിച്ച് പേടിച്ച് എന്താകുമെന്നറിയാതെ ഇരിക്കുകയാണ് ഈ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾ. സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായി കിടന്ന സമയത്ത് ഈ ദുരന്തത്തിന്റെ പേരിൽ മാത്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര കോടി വന്നു എന്നുള്ളത് ജനങ്ങളെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് പോലെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കിട്ടുന്നത് മേടിച്ച് പോയിക്കൊള്ളണമെന്ന് പറഞ്ഞാൽ അത് എവിടത്തെ നീതിയാണ്? സർക്കാരിനെ വിശ്വസിച്ച് ഒപ്പിടുന്ന ആളുകൾക്ക് നീതി ലഭിക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യും.